എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി 8 കട്ടിലുകൾ മോഷ്ടിച്ചു. ഇന്നലെ വാർഡൻ കൈയോടെ പിടിക്കുകയും ചെയ്തു. പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. കഴിഞ്ഞ ദിവസം വാർഡന് ഹോസ്റ്റലിലെ ചില മുട്ടുതട്ടുകളൊക്കെ കേട്ടപ്പം അദ്ദേഹം ഇറങ്ങി വന്ന് പരിശോധിച്ചപ്പം കട്ടിലുകൾ പെട്ടി ഓട്ടയിൽ കയറ്റുകയാണ്. 8 എണ്ണമാണ് പെട്ടി ഓട്ടയിൽ കയറ്റിയത്. അതിനകത്ത് 3 എണ്ണം കട്ടിൽ അതേപടി കയറ്റി. ബാക്കി 5 കട്ടിലുകൾ അഴിച്ചെടുത്ത രീതിയിലാണ് പെട്ടി ഓട്ടയിൽ കയറ്റിയത്. വാർഡൻ ഇയാളെ തടഞ്ഞു നിർത്തി. ഏതായാലും വാർഡന് ആരോട് ചോദിച്ചിട്ട് ഇത് കൊണ്ടുപോയി എന്നുള്ള ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമില്ല. പക്ഷെ നല്ലൊരു ഉത്തരം പറഞ്ഞു. അയാൾ ആ ഹോസ്റ്റലിൽ താമസിച്ച ആളാണ്. ഹോസ്റ്റൽ മുഴുവൻ മൂട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ മൂട്ടശല്യം കാരണം കട്ടിൽ കൊണ്ടുപോയി മൂട്ടശല്യം ഒഴിവാക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അത് ആരാണ് ചുമതലപ്പെടുത്തിയത്? അത് സ്വയം അങ്ങ് തീരുമാനിച്ചു. അതിൻ്റെ പോലീസിനെ റിപ്പോർട്ട് ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്തു. മോഷണം മുതലായ 8 കട്ടിലും കസ്റ്റഡി എടുത്ത് പോലീസ്. ഇയാളോട് എങ്ങനെയാണ് ഓട്ടോ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ പെട്ടി ഓട്ട ഓൺലൈനിലാണ്. ഇപ്പം കള്ളന്മാർക്കും ഇങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കുറ്റം ചെയ്യുന്നവർക്കൊക്കെ ഓൺലൈനിൽ എല്ലാ സാധനവും അവരുടെ കയ്യിൽ വീട്ടിലെത്തും. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അവരൊക്കെ വെപ്പൺ വായിക്കുന്ന നല്ല വെപ്പൺ മൊബൈലിൽ കൂടെ നോക്കി കണ്ടുവച്ചിട്ട് കൊല്ലാനും കുത്താനുമുള്ള വെപ്പൺ ഓൺലൈനിൽ വീട്ടിൽ അവർ വരുത്തുന്ന ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടിയോട്ടയും ഓൺലൈനിൽ വരുത്തി. അപ്പോൾ പിന്നെ അതിനൊന്നും തപ്പി നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ പെട്ടിയോട്ടക്കാരോട് ചോദിച്ചു ഇതെങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്ന് പോലീസ് ചോദിച്ചപ്പം പറഞ്ഞത് മഹാരാജാസ് കോളേജിൻ്റെ അവിടെ നിന്ന് അങ്കമാലിക്ക് കൊണ്ടുപോകാനാണ്. അപ്പം മോഷണം തന്നെ. ഇയാൾ അവിടുത്തെ നേരത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് കട്ടിൽ പല മുറികളും വേക്കൻ്റായിട്ട് കിടക്കുന്നതൊക്കെ അറിയാം. ഇതിന് പണമില്ലാതെ വന്നപ്പം സാമ്പത്തിക ഞെരുക്കം കൊണ്ടപ്പം ഈ കട്ടിൽ വിറ്റാൽ എങ്ങനെയായാലും ഒരു കട്ടിലിന് ഏറ്റവും കുറഞ്ഞ പഴയ കട്ടായാലും ശരി സർക്കാർ കട്ടിലായാലും ശരി ഒരു 2000 രൂപ ആവറേജ് കിട്ടും. 8 കട്ടിലിന് എങ്ങനെയായാലും 10,000-16,000 രൂപ ഇങ്ങോട്ട് പോരും. പൈസ ഒന്നും കയ്യില്ലാതിരിക്കുന്ന ആൾ പൂർവ്വ വിദ്യാർത്ഥി പണിയൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്ത ആ മനസ്സിൽ വന്നതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും മോഷണ കേസിൽ പ്രതിയായി. കട്ടിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെട്ടി ഓട്ടക്കാരൻ പറഞ്ഞ അങ്കമാലിക്ക് അവിടെ വരെ കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ ആൻസ്റ്റൺ എന്ന വിദ്യാർത്ഥി അങ്കമാലിക്കാരനാകാം, നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാം. അല്ലെങ്കിൽ ഇപ്പം സർവ്വ സ്ഥലങ്ങളിലും ഹോസ്റ്റലുകളുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അവിടെയൊക്കെ കട്ടിൽ ധാരാളം ആവശ്യമുണ്ട്. നല്ല ഡിമാൻഡുണ്ട്. ഇപ്പം കട്ടിൽ ചെറിയ വിലയ്ക്ക് വിറ്റുപോകും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പം പല സ്ഥലത്തും കുട്ടികൾ പഠിക്കാൻ വരുന്നവരും കോളേജിലായാലും ശരി എഞ്ചിനീയറിംഗ് കോളേജിലായാലും ശരി IAS അക്കാഡമി പല സ്ഥലത്തും ഉണ്ട്. അവിടെയൊക്കെ വാടകയ്ക്ക് വന്ന് താമസിക്കുകയാണ്. പല വീട്ടുകാർക്കും കട്ടിൽ ആവശ്യമുണ്ട്. വലിയ വില കൊടുത്ത് കട്ടിൽ വാങ്ങേണ്ട ആവശ്യമില്ല. 10,000-2,000-3,000 രൂപയ്ക്ക് പഴയ കട്ടിൽ കിട്ടുകയാണെങ്കിൽ എല്ലാ അതുപോലെയുള്ള ഹോസ്റ്റലിലും ഈ കട്ടിൽ ഒരു മുറിയിൽ 2-3 കട്ടിൽ വേണം. അപ്പോൾ കട്ടിലിന് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ. അതുകൊണ്ടായിരിക്കണം ആൻസ്റ്റൺ ആ കട്ടിൽ ഇടപാട് ചെയ്ത് പെട്ടെന്ന് അങ്ങ് വിറ്റുപോകും. ശല്യമില്ല. രാത്രിയിലാണ്. അപ്പം മൂട്ടയെ കൊല്ലാൻ വേണ്ടി സതുദ്ദേശത്തോടെയാണ് എങ്കിൽ അത് ആര് പറഞ്ഞു എന്ന ചോദ്യത്തിന് അത് സ്വന്തമായിട്ട് തീരുമാനമെടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ എന്തിനാണ് അങ്ങനെ സതുദ്ദേശത്തിലാണെങ്കിൽ വെളുപ്പാങ്കാലത്ത് എന്തിനാണ് വന്നത് ഈ കട്ടിലെടുക്കാൻ? അവിടെയും അദ്ദേഹത്തിന് ഉത്തരം മുട്ടിപ്പോയി. എന്തായാലും മോഷണ സ്വഭാവം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കട്ടിൽ കസ്റ്റഡി എടുത്തു. ഏതായാലും സാധാരണ രീതി മഹാരാജാസ് കോളേജിലെ വാർഡന്മാരൊന്നും നേരത്തെ മുതൽ പല പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളാണ്. അവിടെ പേടിച്ച് വാർഡന്മാരൊന്നും സാധാരണ അവിടെ കാണാറില്ല. ഏതായാലും ഈ വാർഡന് ഏതായാലും അവിടെ ഉണ്ടെന്ന് ഈ ഒരു സംഭവത്തിലൂടെ രാത്രിയിലും ശ്രദ്ധയോടെ ഉണ്ട്. ഒരു ശബ്ദം കേട്ട് അദ്ദേഹം പോയി നോക്കിക്കഴിഞ്ഞപ്പം ഈ പൂർവ്വ വിദ്യാർത്ഥി ഈ കട്ടിൽ മോഷ്ടിക്കുന്നതും കണ്ടു. അങ്ങനെ അത് സർക്കാരിന് നഷ്ടമില്ലാതെ ആ വാർഡിൻ്റെ ചുമതലാബോധം കൊണ്ട് രാത്രിയിലൊന്നും ഉറക്കമുണ്ടാവില്ല. ഈ പിള്ളേരുടെ പുറകെ നടക്കുന്നതുകൊണ്ട് എന്തായാലും അതൊരു നല്ലൊരു കാര്യം. ഏതായാലും വാർഡനെ അഭിനന്ദിക്കാതിരിക്കാൻ സാധാരണഗതിയിൽ വാർഡന്മാരൊന്നും പല സ്ഥലത്തും ഇല്ല. രാത്രിയാകുമ്പോൾ വീട്ടിൽ പോകും. തിരുവനന്തപുരത്തും പല സ്ഥലത്തും യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ നമുക്ക് ആ കോളേജിൻ്റെ ഹോസ്റ്റലിലൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് സാധാരണ കുട്ടികളെ പേടിച്ച് വാർഡന്മാരൊന്നും കാണത്തില്ല രാത്രിയിൽ. അതുകൊണ്ട് ഇതുപോലെയുള്ള മോഷണത്തിനൊക്കെ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള
കുട്ടികൾ അതൊക്കെ ഓരോ കേസിനകത്ത് ഉൾപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇമേജ് തകർന്ന് തരിപ്പണമായി പോകും. PSC ആയാലും എവിടെ ആയാലും ശരി. പോലീസിൻ്റെ ഒരു മോഷണ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഡീബാർ ചെയ്ത് കളയും. അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള ചിന്തകളൊക്കെ വേണ്ട. ഇത് ആൻസ്റ്റന് എങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് വന്നതെന്ന് നമുക്കറിയില്ല. അടുത്ത ദിവസം ചിലപ്പം കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്ത് വന്നേക്കാം.